ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1985. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി 158-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ മുതിരുന്നവരാണ്. അതിനുവേണ്ടി പ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടിയേ മതിയാവൂ, കൊടുത്തേ മതിയാവൂ, അനുഭവിച്ചേ മതിയാവൂ എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. ലോകപ്രശസ്തമായ ആ ഒരു പുസ്തകത്തിന്റെ പേര് പോലും കുറ്റവും ശിക്ഷയുമാണ്. ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ദസ്കോവ്സ്കിയുടെ. ശിക്ഷകൾ കൊണ്ട് ആളുകൾ ശരിക്കും നന്നാവുന്നുണ്ടോ? സ്കൂളിന്റെ പരിസരത്തും കുട്ടികളുള്ള വീടിന്റെ പരിസരത്തു നിന്നൊക്കെ ആലോചിക്കാവുന്നതാണ്. ശിക്ഷകൾ കൊണ്ട് ആളുകൾ നന്നാകുമായിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളികൾ അതേ കുറ്റം പിന്നീട് ആവർത്തിക്കാതിരുന്നേനെ. ചെയ്ത കുറ്റത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ഫലമായിട്ടാണ് ശിക്ഷയെ കാണുന്നത്. ഇനി ആ കുറ്റം ചെയ്യാതിരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശമൊന്നും ഒരു ശിക്ഷയിലുമില്ല. തിരുത്താൻ വേണ്ടി, തിരുത്തലുകൾക്ക് വേണ്ടി എന്നു മുതലാണ് നമ്മൾ ശിക്ഷിച്ചു തുടങ്ങുക. അങ്ങനെ നമുക്ക് വശമില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒന്നിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ലെന്നുള്ളതാണ്. മേശപ്പുറത്ത് വെച്ചിരുന്ന ഗ്ലാസ് കുസൃതിക്കാരനായ 5 വയസ്സുകാരൻ കൈതട്ടി നിലത്ത് വീണ് പൊട്ടി. അമ്മ അവനെ അടിക്കാൻ വഴി നോക്കിയെങ്കിലും കിട്ടിയില്ല. അമ്മയുടെ ദേഷ്യം തീർന്നില്ല. കുട്ടിയോട് തന്നെ പറഞ്ഞു, നീ ഒരു വടി എടുത്തോണ്ട് വാ, നീ ഒരു അടി അർഹിക്കുന്നുണ്ട്. അവൻ കുറച്ചു നേരം വഴി നോക്കിയെങ്കിലും കിട്ടിയില്ല. അവസാനം ചെറിയ ഒരു കല്ല് കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വടി ഒരിടത്തും കണ്ടില്ല, ഈ കല്ല് മാത്രമേ കിട്ടിയുള്ളൂ. അമ്മയുടെ ദേഷ്യം തീർക്കാൻ വടിയായാലെന്താണ്, കല്ലായാലെന്താണ്? അവനവൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും നമ്മളുടെ ശിക്ഷാ നടപടികൾ. അതോ കുറ്റം ചെയ്തു എന്ന് നമ്മൾ കരുതുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്തലുണ്ടാകാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ ആരെയും ഇനി ശിക്ഷിക്കാനായിട്ട് മുതിരാവൂ. തിരുത്താനായിട്ട് അവസരങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നൊരു സംശയമുണ്ട്. നമ്മളുടെ ജീവിതത്തിലും കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്, വിസ്താരവും ഒരു വിധിയും നടന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഒന്ന് തിരുത്താനായിട്ട് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടോ? സംശയമാണ്. ചെയ്തതിനുള്ള ഫലം എന്നതിനനുസരിച്ച് കഠിനമായ ചിലതൊക്കെ പ്രഹരിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് കുറെ കൂടി കുഞ്ഞുങ്ങളോടായാലും മുതിർന്നവരായാലും തിരുത്തപ്പെടാൻ വേണ്ടി, ആ ശീലങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട്, മടങ്ങി വരാതിരിക്കാനായിട്ട് നമുക്കൊരു ഇടപെടൽ നടത്താം. അതാണ് ശരിയായ ശിക്ഷ. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.